ഹലോ മക്കളെ, അഞ്ചു സാറാണ്. എടാ, ഓണം എക്സാം നേരത്തെയോ എന്ന് തമ്പൻ കണ്ട് വന്നവരാണോ നിങ്ങൾ? എടാ, കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഓണം എക്സാം നേരത്തെ തന്നെയാണ്. കാരണം കഴിഞ്ഞ വർഷത്തെ ഓണം എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഗസ്റ്റ് 18 ആയിരുന്നു നടന്നിരുന്നത്. ഈ വർഷം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓണം എക്സാം നടക്കുന്നത് ഓഗസ്റ്റ് 13 അതായത് കുറച്ച് ദിവസങ്ങൾ മുന്നെയാണ് ഈ വർഷത്തെ ഓണം എക്സാം നടക്കുന്നത്. അപ്പൊ ചാപ്റ്ററിൽ സാറേ വല്ല മാറ്റമുണ്ടോ? ഒരു മാറ്റമില്ല. നമുക്ക് പഠിക്കാൻ ഒട്ടനവധി ചാപ്റ്റേഴ്സ് ഉണ്ട്, ഒട്ടനവധി കണ്ടന്റുകൾ ഉണ്ട്. ഇതെല്ലാം പഠിച്ചു തീരാൻ ഇനി നിങ്ങളുടെ മുന്നിലുള്ളത് 30+ ദിവസങ്ങൾ മാത്രമാണ്. എങ്ങനെ ആ 30+ ദിവസങ്ങൾ യൂസ് ചെയ്യുന്നു അതനുസരിച്ചിരിക്കും നമ്മുടെ ഓണം എക്സാമിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആദ്യം നമ്മൾ SSLC പഠിക്കുന്നതിന്റെ മക്കൾ ആദ്യം എഴുതാൻ പോകുന്ന എക്സാം ആണ് നമ്മുടെ ഓണം എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ഇനി ബാക്കിയുള്ള വഴികൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് സെറ്റ് ആക്കാൻ പറ്റുള്ളൂ. അത് നമുക്ക് അടിപൊളിയായിട്ട് സെറ്റ് ആക്കാം. അതിന്റെ പ്ലാൻ ഒക്കെ സാറിന്റെ കയ്യിലുണ്ട്, സാർ അത് പറഞ്ഞു തരാം. അതിന്റെ മുന്നേ കഴിഞ്ഞ വർഷത്തെ ഓണം എക്സാമിന്റെ ടൈം ടേബിൾ ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. നമുക്ക് നടന്നിരുന്നത് 18 തിങ്കളാഴ്ചയാണ് ഓണം എക്സാം നടന്നത്. ആദ്യത്തെ എക്സാം കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നത് ഏതായിരുന്നുടാ? ഇംഗ്ലീഷ് ആയിരുന്നു. ഇംഗ്ലീഷ് നമുക്കറിയാം 80 മാർക്കിന്റെ സബ്ജക്റ്റാ. അന്ന് വേറെ ഒരു എക്സാം ഇല്ല, ഇംഗ്ലീഷ് മാത്രം തന്നെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് സാറേ പഠിക്കാൻ വല്ല ദിവസങ്ങളുണ്ടോ? ഒരു ദിവസവും ഇല്ലായിരുന്നു മക്കളെ. 18 കഴിഞ്ഞാൽ നേരെ പോയത് 19 ചൊവ്വാഴ്ചയിലോട്ടായിരുന്നു. എക്സാം ഏതാ നോക്കണേ? ഗണിതം അഥവാ മാത്സ്. എത്ര മാർക്കിനാ? 80 മാർക്കിന്റെ മാത്സ് ആണ് മക്കളെ രണ്ടാമത്തെ ദിവസം നടന്നത്. അതായത് ആദ്യം നമ്മുടെ ഇംഗ്ലീഷ് എക്സാം കഴിഞ്ഞ ഒരു ദിവസം പോലും പഠിക്കാനില്ല. അത് കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ മാത്സ് നടന്നു. 80 മാർക്ക്. നമ്മളാകെ കുടുങ്ങൂലെ? കൃത്യമായ സ്റ്റഡി പ്ലാനിലേക്ക് നമ്മൾ കുടുങ്ങുന്ന കാലത്ത് യാതൊരുവിധ ഡൗട്ടും വേണ്ട. അത് കഴിഞ്ഞാൽ മക്കളെ പിന്നെ വന്നത് ബുധനാഴ്ച ചെയ്തിരുന്നുടാ. മലയാളം ഫസ്റ്റ് ആയിരുന്നു, ഒന്നാം ഭാഷയായിരുന്നു. നമുക്ക് കുഴപ്പമില്ല, 40 മാർക്ക്, വലിയ ബുദ്ധിമുട്ടില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ആക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ മക്കളെ പിന്നെ വ്യാഴാഴ്ച വന്നത് നല്ലോണം നോക്കിക്കോ, ഒരു ദിവസം പോലും പഠിക്കാനില്ലാതെ നേരെ വന്നതാണ് സോഷ്യൽ സയൻസും ഹിന്ദിയും. 80 മാർക്കിന്റെയും 40 മാർക്കിന്റെയും കടി കട്ടി സബ്ജക്ട് ഒരേ ദിവസം വന്നു. ആലോചിച്ച് നോക്കണേ, നമ്മുടെ ഓണം എക്സാമിന്റെ ടൈം ടേബിളിൽ വരുന്ന കാര്യങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു ദിവസം 2 എക്സാം. കുട്ടികൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള എക്സാം ആയിട്ടുള്ള ഹിന്ദി, അതുപോലെ സോഷ്യൽ സയൻസ്. കഴിഞ്ഞ വർഷത്തെ SSLC കുട്ടികൾ SSLC പബ്ലിക് എക്സാമിൽ കൂടുതൽ A+ പോയതിൽ ഒരു സബ്ജക്റ്റ് ആണ്, ടഫായ പേപ്പറാണ് SS എന്ന് പറഞ്ഞാൽ, സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞാൽ. ഈ 2 എക്സാം മക്കളെ നോക്കിക്കോ, നോക്കി വെച്ചോ. ഇതുപോലെ എന്തെങ്കിലും ഒരു ഉറപ്പായിട്ടും ഏതെങ്കിലും 2 എക്സാം, കടികട്ടി എക്സാം ഒരു ദിവസം വരും. കൃത്യമായ പ്ലാൻ ഇല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും. സെറ്റ് ആക്കണം. നമ്മൾ പഠിച്ചു തുടങ്ങണം, നേരത്തെ പഠിച്ചു തുടങ്ങണം മക്കളെ, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും. സോ ഇത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉണ്ടായിരുന്നത് വെള്ളിയാഴ്ച ഒന്നാം ഭാഷ പേപ്പർ 2 ആയിരുന്നു, അഥവാ നമുക്കറിയാം നമ്മളെ മലയാളം സെക്കൻഡ് ആയിരുന്നു. സോ കുഴപ്പമില്ല സാർ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദിവസങ്ങൾ ഉണ്ടായിരുന്നു. 22 കഴിഞ്ഞാൽ പിന്നെ തിങ്കളാഴ്ച 23 24 നമുക്ക് 2 ദിവസം എന്താണ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിക്കാനുള്ള ദിവസം ഉണ്ടായിരുന്നു. അന്ന് നടന്നിരുന്നത് ഫിസിക്സ് ആയിരുന്നു. ഫിസിക്സ് മാത്രമേ ഉണ്ടായിരുന്നു. നമുക്ക് അത്യാവശ്യം സമയം പഠിക്കാനുണ്ട്. അപ്പൊ ഈ 23 24 ഒരു കുട്ടി ഫിസിക്സ് മാത്രം പഠിച്ചിരുന്നാൽ പണി പാളും. കാരണം എന്താ ചോദിച്ചാൽ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ചൊവ്വാഴ്ച കെമിസ്ട്രിയും ബയോളജിയാണ്. അപ്പൊ ആ കുട്ടിക്ക് കറക്റ്റ് പ്ലാൻ ഇല്ല. അപ്പൊ 2 ദിവസം ഇനി വരാൻ പോകുന്ന എക്സാം ഫിസിക്സ് അല്ലേ, അപ്പൊ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഫിസിക്സ് ഫുള്ള് ഇരുന്നാണ് പഠിക്കാം. ആ 6 ചാപ്റ്റർ ഫിസിക്സ് ഇന്ന് ഫുൾ അങ്ങോട്ട് പഠിച്ചു. ആ കുട്ടിന്റെ പ്ലാൻ അടപടലം ഫ്ലോപ്പാ. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി വരുന്ന ദിവസങ്ങൾ, അഥവാ തിങ്കൾ കഴിഞ്ഞാൽ ചൊവ്വാഴ്ചയ്ക്ക് പിന്നെ ദിവസമില്ല. അതായത് പഠിക്കാൻ വേറെ ദിവസം നിങ്ങൾക്ക് ഒരൊറ്റ സ്റ്റഡി ലീവ് പോലും ഇല്ല. ആ തിങ്കൾ കഴിഞ്ഞാൽ ചൊവ്വാഴ്ച രാവിലെ നിങ്ങൾക്ക് കെമിസ്ട്രി ആണ്, അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം ബയോളജിയാ. 2 മെയിൻ സബ്ജക്റ്റാ, സയൻസിലെ മെയിൻ സബ്ജക്റ്റാ. നമ്മളുടെ എക്സാമുകളിൽ കെമിസ്ട്രി ഉണ്ട്, അതുപോലെ തന്നെ ബയോളജി ഉണ്ട്. പണി വാളും. അപ്പൊ കൃത്യമായ പ്ലാൻ വേണം മക്കളെ. ഒരു എക്സാം ടൈം ടേബിൾ കിട്ടുമ്പോൾ ആകെ റഷ് ആവുന്നതിന് മുന്നേ തന്നെ നേരത്തെ പഠിച്ചു തുടങ്ങുക. ഇനിയുള്ള ദിവസങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. കൃത്യമായ ഒരു സ്റ്റഡി ടൈം ടേബിൾ, സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ ഇതൊക്കെ റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനൊക്കെ സൊല്യൂഷൻസ് ഉണ്ടാവുള്ളൂ. ഇതെല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാൻ ഇന്ന് കൃത്യം 7 മണിക്ക് നമ്മൾ ലൈവിൽ വരുന്നുണ്ട്. അപ്പൊ ആരും മറക്കണ്ട, ഇനിയുള്ള ദിവസങ്ങൾ, ഇനിയുള്ള 30+ ദിവസങ്ങൾ അടിപൊളിയായി യൂസ് ചെയ്യാൻ എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു തരാൻ ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ. സോ ആരും മറക്കണ്ട, കൃത്യം 7 മണിക്ക് എല്ലാവരും ഫ്രണ്ട്സിനെയും കൂട്ടി ലൈവിൽ വരിക. നമ്മൾ എഴുതാൻ പോകുന്ന ആദ്യത്തെ എക്സാം ആണ് ഓണം എക്സാം. അത് മറന്നു പോകരുത്. നമ്മളെ സ്റ്റാർട്ടിങ് ഇവിടെ നിന്ന് തുടങ്ങണം, ഇന്ന് തുടങ്ങണം. അപ്പൊ മറക്കണ്ട, ഇന്ന് കൃത്യം 7 മണിക്ക്.